കപ്പലിൽ എന്റെ മുറി കാണിച്ചു തരാട്ടാ. ബാ. കപ്പലിൽ ദേ ഇവിടെയാണ് നമ്മുടെ താമസം. ദാ പടിഞ്ഞാറ സൈഡിലാണ് എന്റെ മുറി. എന്നാ പിന്നെ അങ്ങോട്ട് പോവാം. ദേ മൊത്തത്തിലൊരു തല്ലിപ്പൊളി അവസ്ഥയിലാണ് നമ്മുടെ റൂം കിട്ടിയത്. പിന്നെ എന്ത് ചെയ്യാനാണ്, നേരെ വർക്കിംഗ് ഡ്രസ്സ് മടക്കി കുത്തി. പിന്നെ നമ്മുടെ ടൂൾസ് ഒക്കെ എടുത്ത് പണി അങ്ങോട്ട് തുടങ്ങി. പിന്നെ നമ്മുടെ ഭിത്തി മൊത്തം പൊടിയായിരുന്നു. കുറച്ച് കെമിക്കൽ വെള്ളത്തിലൊഴിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് ഉരച്ച് വൃത്തിയാക്കി. ഈ കണ്ണടയും ഗ്ലൗസ് ഒക്കെ ഇട്ട് പട്ടിഷോ അല്ലട്ടാ. ഒരു തവണ കണ്ണിൽ കെമിക്കൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് സേഫ്റ്റി ഇല്ലാത്തൊരു പരിപാടിയില്ല. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അപ്പൊ ദേ ഇതാണ് നമ്മുടെ മുറി. കേറി വരുമ്പോ തന്നെ ഒരു കട്ടിലും ബെഡും ഒരു സോഫയും കാണാം. പിന്നെ ഈ ബെഡ്ഷീറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ട്ടാ. ഇവിടെ നിന്ന് കിട്ടിയ വെള്ള ബെഡ്ഷീറ്റാണ് ഓണത്തിന് മുണ്ടായിട്ട് കൊടുത്തത്. പിന്നെ ആ നീല ബ്ലാങ്കറ്റ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു രൂപക്കൂടൊക്കെ ആക്കി. ഇന്റർനെറ്റ് ഒരു മാസം 2 GB ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും വീഡിയോ കോളൊന്നും നടക്കൂല. അപ്പൊ ഡെയിലി വീട്ടുകാരും കൂട്ടുകാരൊക്കെ കാണാൻ ദേ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചേക്കണേ. പിന്നെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞലമാരി. ഇതിന്റെ അകത്താണ് പെട്ടി ഉൾപ്പെടെയുള്ള എല്ലാ സാധനവും കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. ഇവിടെ കൂടിയാണ് AC വരുന്നത്. പിന്നെ ഒരു കണ്ണാടിയും വാഷ് ബേസിനും വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട്. കുഞ്ഞു കപ്പലായതുകൊണ്ട് നമ്മുടെ റൂമിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഓഫീസേഴ്സിന്റെ റൂമിലൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കപ്പലിൽ കിട്ടിയ റൂം ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ റൂമിന്റെ ജനല് തുറന്നാലുണ്ടല്ലോ പടിഞ്ഞാറെ കടവിൽ നിന്നുള്ള നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങിയ മുട്ടിന് ഒരുപാട് റൂമുകൾ കാണാം. എന്നാ പിന്നെ അടുത്ത കാഴ്ചകളായിട്ട് വീണ്ടും വരാട്ടാ. എല്ലാവർക്കും നന്ദി.